ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് റീസെൻ്റായിട്ട് വന്ന നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് ചോദിക്കുകയുണ്ടായി, വേക്കൻസി കുറവല്ലേ എന്നൊരു കാര്യം ചോദിക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളൊരു ഗവൺമെൻറ് ജോബിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നിങ്ങൾ അതിൻ്റെ വേക്കൻസി നോക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതായത് നമ്മൾ പഠിക്കുന്നതിൽ ഒരു ബ്രേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു ട്രാക്കിൽ നിന്ന് നമ്മൾ സ്ലിപ്പായി പോകും. മറ്റേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പഠിച്ചാൽ മാത്രമേ നമുക്കത് ആ ഒരു ഗവൺമെൻറ് ജോബ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഒരു PSCയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു 4 അല്ലെങ്കിൽ 2-3 വർഷം, ഒരു 3-4 വർഷത്തിന് പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ഓഫ്, ഇപ്പം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന എക്സാമുകളുടെ കട്ട് ഓഫ് വളരെ കുറവായിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. അത് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇപ്പോഴും ഈ ഒരു റീസെൻ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, നിങ്ങൾ റീസെൻ്റായിട്ട് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നതിൽ മിക്ക മിക്ക എക്സാമുകളുടെയും കട്ട് ഓഫ് ഓവർസിയർ ലെവലുള്ളതായിക്കോട്ടെ, കട്ട് ഓഫ് വരുന്നത് എങ്ങനെയാണ്, ഒരു 60 അല്ലെങ്കിൽ 70 പുറത്തൊക്കെയാണ് കട്ട് ഓഫ് വരുന്നത്. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പേ, ഒരു 2019-2020 ആ ടൈമിലൊക്കെ ഇത്രയും കട്ട് ഓഫ് ഇല്ലായിരുന്നു. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്നത്, അത്രയും കുട്ടികൾ അത്രയും കഠിനമായിട്ട് ഈ ഒരു ഗവൺമെൻറ് ജോബ് അല്ലെങ്കിൽ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. സോ വേക്കൻസി കുറവാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്യാതിരിക്കുകയോ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാതിരിക്കുകയോ ചെയ്യരുത്. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അതായത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തന്നെയാണ് പിന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ബ്രേക്ക്, ആ ഒരു കണ്ടിന്യൂറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് തന്നെ അത് പേഴ്സണലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വേക്കൻസി ഉണ്ടായിരുന്നാൽ പോലും ആ ഒരു എക്സാമിന്, ആ ഒരു വേക്കൻറ്റിൽ ഞാൻ കയറും അല്ലെങ്കിൽ ഞാൻ ജോബ് മേടിക്കും എന്നൊരു രീതിയിൽ ആത്മാർത്ഥമായിട്ട് തന്നെ ഇരുന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു PSC ലൂപ്പിൽ നിങ്ങൾ പെട്ടുപോകരുത്. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും PSCയുടെ ലൂപ്പിൽ നിങ്ങൾ പെട്ടുപോകരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 5-6 വർഷങ്ങൾ കൊണ്ട് PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾ സ്വയം വിലയിരുത്തുക. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു 5-6 വർഷം കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് നിങ്ങൾ യൂസ് ചെയ്തിരുന്ന റാങ്ക് ഫയൽ സെയിം ആയിരിക്കാം. ഇത്രയും വർഷം നിങ്ങൾ യൂസ് ചെയ്തിരുന്ന റാങ്ക് ഫയൽ സെയിം ആയിരിക്കാം, നോട്ട്സ് സെയിം ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ ഭാഗത്ത് പറ്റിയിരിക്കുന്ന വീഴ്ച എന്നത് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു PSC, UPSC ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, എന്ത് എക്സാം ആയാലും മാക്സിമം ഒരു 2 വർഷം, ഓക്കെ, 2 ഇയർ കൊണ്ട് അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് നിങ്ങളത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു PSCയുടെ ആ ഒരു ലൂപ്പിൽ പെട്ട് നമ്മൾ കുറേ ഇയർ വേസ്റ്റാക്കി കളഞ്ഞതുപോലെ പിന്നീട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മാക്സിമം 1 അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് തന്നെ പഠിച്ച് ആ ഒരു ജോബിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആ ഒരു കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, കുറേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു 2019-2020 ആ ടൈമിൽ, അതിന് മുന്നേ ഉള്ള വർഷങ്ങളിലൊക്കെയുള്ള എക്സാമിൻ്റെ കട്ട് ഓഫ് നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്രമാത്രം കോമ്പറ്റീഷൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നും എത്രമാത്രം കുട്ടികൾ PSCയിലേക്ക് വന്നിട്ടുണ്ടെന്നും നിങ്ങൾക്ക് ആ ഒരു കട്ട് ഓഫും ആ ഒരു ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ മറ്റൊരു കാര്യം, ആ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന ലിസ്റ്റും, അതായത് മെയിൻ ലിസ്റ്റിൽ വരുന്ന കുട്ടികളുടെ എണ്ണവും ഇപ്പോൾ ഈ ഒരു റീസെൻ്റായിട്ട് വന്ന റാങ്ക് ലിസ്റ്റുകളിൽ വരുന്ന കുട്ടികളുടെ എണ്ണവും തമ്മിൽ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി നോക്കുക, നല്ലൊരു വേരിയേഷൻ കാണാൻ കഴിയും. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു PSC ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളൊരു ഗവൺമെൻറ് ജോബ്, ഗവൺമെൻറ് സർവീസിൽ കയറണം എന്നൊരു ആഗ്രഹമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ മാക്സിമം ഒരു ഓവർസിയർ ലെവൽ എക്സാം ഒക്കെ ആണെങ്കിൽ മാക്സിമം നിങ്ങളൊരു 1 വർഷം കൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക്കൊക്കെ കവർ ചെയ്ത് മനസ്സിലാക്കി പഠിച്ചൊരു ജോബിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വേക്കൻസി കുറവാണെന്ന് പറഞ്ഞിട്ട് ഓരോ എക്സാമിനും പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്.
ആ ഒരു വേക്കൻസി ആണെങ്കിൽ പോലും ആ വേക്കൻറ്റിൽ ഞാൻ ജോബ് മേടിക്കും എന്നൊരു രീതിയിൽ തന്നെ ഇരുന്ന് പഠിക്കുക. നമുക്ക് അറിയാം ഈ ഒരു 2026 നമുക്ക് ഒരുപാട് സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഇയർ തന്നെയാണ് വരാൻ പോകുന്നതും. 2027 മിക്ക ലിസ്റ്റുകളുടെയും കാലാവധി കഴിയും. സോ ഈ ഒരു 2026 നിങ്ങൾക്ക് കുറേയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേയധികം എക്സാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ആ ഒരു 2026 നമ്മൾ പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻസിനെ പറ്റി നമ്മളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കാണെങ്കിലും അത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഞാൻ ഈ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. PSC ഒരു വേക്കൻസി ആണെങ്കിൽ പോലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ആ ഒരു വേക്കൻറ്റിൽ കയറും എന്നൊരു രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത് PSC ലൂപ്പിൽ നിങ്ങൾ പെട്ടുപോകരുത്. അതായത് നിങ്ങൾക്ക് തന്നെ ചുറ്റിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും 5-6 വർഷം കൊണ്ടൊക്കെ PSCയുടെ പുറകെ നടന്ന് ലാസ്റ്റ് ഇത്രയും വർഷം PSCയുടെ പുറകെ നടന്നത് വേസ്റ്റായിപ്പോയി എന്നൊരു എന്നൊരു മൈൻഡിന് ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും. അവരോടാണ് ഈ പറയുന്നത്. നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണോ, നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കുഴപ്പമാണോ, അതോ ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാത്തതിൻ്റെ കുഴപ്പമാണോ, അതൊക്കെ എന്താണെന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. അത് സ്വയം വിലയിരുത്തി അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.